എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. മാണിക്കക്കല്ല് കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കേട്ടവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കത് വലിയ സന്തോഷമുണ്ട്. എൻ്റെ ആഗ്രഹം അങ്ങനെയാണല്ലോ, നന്നായി പറയണം, നിങ്ങൾക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാകണം, ഇഷ്ടമാകണം. കൂട്ടത്തിലൊരു കാര്യം കൂടെ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. എന്നാൽ ഞാൻ 80-ൽ പരം കഥകൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കുറേ പേര് കേൾക്കുമ്പോൾ എനിക്കതൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇന്നും നല്ല മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് ആലിബാബയും 40 കള്ളന്മാരും. ഇതൊരു അറബി കഥയാണ്, പേർഷ്യൻ നാട്ടിൽ നടന്ന ഒരു കഥയാണ്. ഇനി കഥ കേട്ട് നോക്കാം. ആലിബാബയും കാസിമും ചേട്ടനും അനിയനുമാണ്. ആലിബാബ ഒരു വിറക് വെട്ടുകാരനാണ്. കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവരും, അത് കൊണ്ടുപോയി വിൽക്കും, അതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്നു. ഭാര്യയും മകനുമുണ്ട്. തൊട്ട അയൽപ്പക്കത്ത് തന്നെ കാസിം താമസിക്കുന്നുണ്ട്. കാസിം നല്ല ഒരു കച്ചവടക്കാരനാണ്. അയാൾക്ക് നല്ല പൈസയുണ്ട്, നല്ല സുഖമായിട്ടുള്ള ജീവിതമാണ്. ആലിബാബയുടെ പോലെയല്ല, അയാൾ നല്ല സുഖമായിട്ടുള്ള ജീവിതമാണ്. ഒരു ദിവസം ആലിബാബ തൻ്റെ കഴുതയുമായി കാട്ടിലേക്ക് വിറക് വെട്ടാനായിട്ട് പോയി. അപ്പോൾ ഈ ഉണങ്ങിയ വിറക് നോക്കി കുറേ കാടിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് തൻ്റെ കഴുതയെ അവിടെ മേയാൻ വിട്ടിട്ട് ആലിബാബ വിറക് വെട്ടാൻ തുടങ്ങി. എവിടെ നിന്നോ വലിയ ഒച്ച കേൾക്കുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആലിബാബ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോഴുണ്ട് ദൂരെ നിന്ന് കുറേ കുതിരകൾ വരുന്ന ഒച്ചയും വരുന്നതും കാണുന്നു. ആലിബാബ വേഗത്തിൽ തന്നെ താഴെ ഇറങ്ങി തൻ്റെ കഴുതയെ കുറേ ദൂരെ ഒരു പുൽപ്പടർപ്പിൻ്റെ മറവിൽ കെട്ടിയിട്ടു. എന്നിട്ട് വീണ്ടും ഇതേ മരത്തിൻ്റെ തന്നെ മുകളിൽ കയറിയിരുന്നു. ആരാണ് വരുന്നതെന്ന് നോക്കിയപ്പോൾ നല്ല കണ്ടാലേ പേടിപ്പിക്കുന്ന വിധത്തിൽ വലിയ മീശയൊക്കെ വെച്ചിട്ട് കയ്യിൽ വാളും ആയുധങ്ങളൊക്കെയുമായി കുതിരപ്പുറത്ത് കുറേ പേര് വരുന്നത് കണ്ടപ്പോഴേ അലിബാബ വിചാരിച്ചു, ഇത് കള്ളന്മാരാണ്. അലിബാബ ഇങ്ങനെ മിണ്ടാതെ ശ്വാസം അടക്കി പിടിച്ചിട്ട് ഈ മരത്തിൻ്റെ മുകളിലിരുന്നു. ഈ കുതിരപ്പുറത്ത് വരുന്നവർ വന്ന് ആലിബാബ നിൽക്കുന്നിടത്ത് വന്ന് കുതിരകളെ കിടന്നിർത്തി. അലിബാബ നോക്കിയപ്പോൾ 40 കള്ളന്മാരുണ്ട്. കണ്ടാൽ കള്ളത്തലവനാണെന്ന് തോന്നുന്ന ഒരുത്തൻ വന്നിട്ട് ഈ ഗുഹയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓപ്പൺ സിസൈം. ഇത് പറഞ്ഞതും ഈ ഗുഹയുടെ വാതിലങ്ങ് തുറന്നു. അലിബാബ അങ്ങനെ ഞെട്ടി വിറച്ചിങ്ങനെ ഇരിക്കുകയാണ്. കള്ളന്മാർ തൻ്റെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന ഓരോരുത്തരുടെ കയ്യിലും ഓരോ ചാക്കും സഞ്ചിയും അതിൽ നിറയെ സാധനങ്ങളുണ്ട്. അതെല്ലാം താങ്ങി പിടിച്ചിട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് പോയി. ക്ലോസ് സിസൈം എന്ന് പറഞ്ഞു. ഉടനെ ഗുഹയുടെ വാതിൽ അടഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഗുഹ തുറന്നു. കള്ളന്മാരൊക്കെ പുറത്തു വന്നു. എന്നിട്ട് വീണ്ടും കള്ളത്തലവൻ പറഞ്ഞു, ക്ലോസ് സിസൈം. ഉടനെ ഈ ഗുഹയുടെ വാതിൽ അടഞ്ഞു. വന്നവരൊക്കെ കുതിരപ്പുറത്ത് കയറി പോയി. ആലിബാബ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. ഇനി പോയി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ, പോയവർ വരുന്നുണ്ടോ, തന്നെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ
പണി അവർ തീർക്കും. ഇതൊക്കെ പേടിച്ച് കുറേ നേരം ഇരുന്നു. കുറേ നേരം ആരും ഒന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അലിബാബ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് ഈ ഗുഹയുടെ അടുത്ത് വന്നിട്ട് അലിബാബ ആ കൊള്ളത്തലവൻ പറഞ്ഞ വാക്കൊന്ന് പറഞ്ഞു നോക്കി. ഓപ്പൺ സിസേം. ഇത് പറഞ്ഞതും ഈ ഗുഹയുടെ വാതിലങ്ങ് തുറന്നു. അലിബാബ ആ വാതിലിൻ്റെ അടുത്തേക്ക് നന്നായി ചെന്നിട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കി. എവിടെ നിന്നോ ഒരു വെളിച്ചം ഈ ഗുഹയുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ആ വെളിച്ചത്തിൽ കണ്ട കാഴ്ച കണ്ടിട്ട് അലിബാബയുടെ കണ്ണഞ്ചിച്ചു. അത്രമാത്രം സ്വർണ്ണ ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും കുന്നായിട്ടാണ് കിടക്കുന്നത്. അലിബാബയ്ക്ക് മനസ്സിലായി, ഇതാ കൊള്ളസംഘത്തിൻ്റെ നിധി ശേഖരിക്കുന്ന സ്ഥലമാണ്. അലിബാബ പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള ചാക്ക് എടുത്തിട്ട് അതിൽ പറ്റാവുന്നത്ര സ്വർണ്ണ നാണയങ്ങൾ വാരി നിറച്ച് ചാക്ക് കെട്ടി വേഗത്തിൽ പുറത്തു കടന്നു. എന്നിട്ട് ക്ലോസ് സിസേം എന്ന് പറഞ്ഞു അതിൻ്റെ വാതിൽ അടഞ്ഞു. തൻ്റെ കഴുതയുടെ പുറത്ത് ഈ ചാക്ക് വെച്ചു. അതിൻ്റെ മീതെ കുറേ വിറകുകളൊക്കെ വെച്ച് ഒന്നറിയാത്ത പോലെ അലിബാബ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നതും ഈ ചാക്ക് വേഗം അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് തൻ്റെ വീടിൻ്റെ വാതിലടച്ചിട്ട് അലിബാബ ആ ചാക്കിലുള്ള സ്വർണ്ണ നാണയം മുഴുവൻ അവിടെ അങ്ങ് ചൊരിഞ്ഞു. ഉണ്ടായ കാര്യങ്ങളൊക്കെ ഭാര്യയോട് പറഞ്ഞു. ഭാര്യയ്ക്കും അലിബാബയ്ക്കും ഇതെത്രയുണ്ട് എന്നറിയണം. അവരുടെ വീട്ടിലാണെങ്കിൽ അളക്കാനുള്ള യാതൊരു സാധനവും ഇല്ല. നാഴിയോ ഇടങ്ങഴിയോ പറയോ ഒന്നുമില്ല. ഉടനെ അലിബാബ ഭാര്യയോട് പറഞ്ഞു, നീ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ചേട്ടൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അളക്കാനായിട്ടൊരു അളവ് പാത്രം മേടിച്ചുകൊണ്ട് വായു. അലിബാബയുടെ ഭാര്യ വളരെ സാധുവാണ്. അവൾ അവിടെ ചെന്ന് കാസിമിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ചേച്ചി അളക്കാനുള്ള പാത്രം ഒന്ന് തരാമോ? കാസിമിൻ്റെ ഭാര്യ ഒന്ന് ആലോചിച്ചു. ഇവൾക്കിപ്പോൾ എന്താണ് ഇത്രമാത്രം അളക്കാനുള്ളത്? എന്താണ് ഇവൾ അളക്കുന്നതെന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി കാസിമിൻ്റെ ഭാര്യ എന്തു ചെയ്തു? ആ അളവ് പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് പശ വെച്ച് തേച്ചിട്ട് ഒന്നറിയാത്ത പോലെ പാത്രം കൊണ്ടുവന്ന് അലിബാബയുടെ ഭാര്യയ്ക്ക് കൊടുത്തു. അലിബാബയുടെ ഭാര്യ വേഗത്തിൽ വന്നു. ആ സ്വർണ്ണ നാണയങ്ങളൊക്കെ രണ്ടുപേരും കൂടെ അളന്നു. അതെല്ലാം കെട്ടി മാറ്റി ഒതുക്കി വെച്ചു. എന്നിട്ട് പാത്രവും തിരിച്ചു കൊണ്ടു കൊടുത്തു. കാസിമിൻ്റെ ഭാര്യ കയ്യിൽ കിട്ടിയ ഉടനെ അത് നോക്കി. എന്താണതിൽ? ഏറ്റവും അടിയിൽ ഒരു സ്വർണ്ണ നാണയം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. കാസിമിൻ്റെ ഭാര്യയ്ക്ക് അത്ഭുതമായി. അലിബാബയ്ക്ക് എന്തോ നിധി കിട്ടിയിട്ടുണ്ട്. എണ്ണി തിട്ടപ്പെടുത്തുന്നല്ല ചെയ്തിരിക്കുന്നത്, അളക്കാണ് ചെയ്തിരിക്കുന്നത്. എന്തോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അവൾ കാസിം കച്ചവടം കഴിഞ്ഞ് വരാൻ വേണ്ടി കാത്തിരുന്നു. കാസിം വന്ന ഉടനെ അവൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. താൻ ചെയ്ത സാമർത്ഥ്യവും പറഞ്ഞു കൊടുത്തു. കാസിമും സ്വർണ്ണ നാണയം കണ്ടു. കാസിമിനും അത്ഭുതമായി. എന്തോ കാര്യമായ കാര്യം അലിബാബയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നാളെ നേരം വെളുത്തിട്ട് വേണം ഇതെല്ലാം പോയി ചോദിച്ചറിയാൻ എന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം നേരം വെളുത്തതും കാസിം ഓടി അലിബാബയുടെ വീട്ടിൽ വന്നു. എന്താണ് ഉണ്ടായത്? നിനക്ക് എവിടെ നിന്നാണ് നിധി കിട്ടിയത്? അലിബാബ ഉണ്ടായ കാര്യങ്ങളൊക്കെയും പറഞ്ഞു കൊടുത്തു. കാസിമിന് അവിടേക്ക് പോകണം. അലിബാബ പറഞ്ഞു, അപകടമാണ്. ആ കള്ളന്മാരുടെ മുന്നിൽ പെട്ടുകഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പിന്നെ ജീവൻ കിട്ടില്ല. കാസിം അതൊന്നും ചെവി കൊണ്ടില്ല. പൊതുവേ കാശിനോട് കുറച്ചൊരു ആർത്തി കൂടുതലുള്ള ആളാണ്. കാസിം അപ്പം തന്നെ ഒരു 10 ചാക്ക് എടുത്ത് 10 കഴുതകളെയും പിടിച്ച് നേരെ അലിബാബ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അലിബാബ പറഞ്ഞ സ്ഥലമൊക്കെ കണ്ടു.
അവിടെ ചെന്നു. ഉടനെ കാസിം ഈ കഴുതകളെയൊക്കെ അവിടെ മേയാൻ വിട്ടിട്ട് നേരെ ഈ ഗുഹയുടെ അടുത്ത് വന്ന് ഓപ്പൺ സിസൈം എന്ന് പറഞ്ഞു. അത് പറഞ്ഞതും ഈ ഗുഹയുടെ വാതിൽ തുറന്നു. കാസിം വേഗം അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ക്ലോസ് സിസൈം അത് പറഞ്ഞതും ആ വാതിൽ, ഗുഹയുടെ വാതിൽ അടഞ്ഞു. അയാൾ ഈ 10 ചാക്കിലും കണ്ണിൽ കണ്ടതൊക്കെ വാരി നിറച്ചു. പവിഴവും രത്നവും എല്ലാം നിറച്ചു. തിരിച്ച് എല്ലാ ചാക്കും കൊണ്ടുവന്ന് വാതിലിൻ്റെ അടുത്ത് വെച്ചു. എന്നിട്ട് വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അയാൾ മറന്നുപോയി. കുറേ ആലോചിച്ച് നോക്കി. മനസ്സിൽ തോന്നിയ കുറേ വാക്കുകൾ പറഞ്ഞു നോക്കി. സിസേം എന്ന് പറഞ്ഞാൽ എള്ള് എന്നാണ്. അപ്പോൾ ഏതോ ഒരു ധാന്യത്തിൻ്റെ പേരാണെന്ന് ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ കുറേ പേരുകൾ പറഞ്ഞു. പക്ഷെ എന്തു പറഞ്ഞിട്ടും ഈ വാതിൽ തുറന്നില്ല. കാസിം അന്ന് ആ ഗുഹയ്ക്കകത്ത് പെട്ടുപോയി. ബാക്കി കഥ നാളെ പറഞ്ഞു തരാം.